ഹലോ ഗൈസ്, കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ചാപ്റ്റർ 1167. എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻപ് ഓടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വൺ പീസിൽ ഇതുവരെയും ഐപാച്ച് വെച്ച ഒരു പൈറേറ്റ് വന്നിട്ടില്ല. ഒരു കണ്ണിൽ ഐപാച്ച് വെച്ച് മറയ്ക്കുന്നത് പൈറേറ്റ്സിന്റെ ഒരു പൊതുവെയുള്ള ലക്ഷണമാണല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ എന്തായാലും വൺ പീസിൽ ഉണ്ടാകും. വൺ പീസ് ഏകദേശം അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഐപാച്ച് വെച്ച ഒരു പൈറേറ്റ് പ്രത്യക്ഷപ്പെടും. ആ ക്യാരക്ടറിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ എക്സൈറ്റഡ് ആണെന്നാണ് ഓടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇറങ്ങിയ ചാപ്റ്ററിൽ ഷാങ്സിന്റെ ഒരു കണ്ണ് മറച്ചു വെച്ചിട്ടുണ്ട്. സോ ആ ക്യാരക്ടർ ഷാങ്സ് ആണെന്നും പറഞ്ഞിപ്പോൾ കുറെ തിയറീസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഷാങ്സിന്റെ ആ കണ്ണ് ജസ്റ്റ് ഒരു ബാൻഡേഡ് വെച്ചിട്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. പൈറേറ്റ്സ് വെക്കുന്ന ഐപാച്ച് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. അതിനു പുറമെ ഷാങ്സ് ഈ ടൈമിൽ ഒരു പൈറേറ്റ് അല്ല. പിന്നെ ഒരു കാര്യം, ഫിഷർ ടൈഗറുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടറിലാണ് ഷാങ്സിന് ആ സ്കാർ ഉണ്ടായതെന്ന് ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും വൈറ്റ് ബിയർഡുമായിട്ട് പണ്ട് ഷാങ്സ് ഇരുന്ന സംസാരിക്കുന്ന ഒരു സീനിൽ ഷാങ്സ് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബിയർഡ് ആണ് ഈ സ്കാർ കൊടുത്തതെന്ന്. അതേപോലെ ഈ ചാപ്റ്ററിൽ ഫിഷർ ടൈഗറിന്റെ മുന്നിൽ നിൽക്കുമ്പോഴേ ഷാങ്സിന്റെ കണ്ണിൽ ആ ബാൻഡേഡ് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഫിഷർ ടൈഗർ ആ ബാൻഡേഡ് പറിച്ചെടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഷാങ്സിന്റെ ആ മുറിവിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ട്. സോ ഫ്രഷ് ആയിട്ടുള്ള മുറിവാണ്. അപ്പോൾ ബ്ലാക്ക് ബിയർഡ് ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലോക്കി ആ ഡെൻഡൻ മുഷിയിൽ സംസാരിക്കുന്ന മോസ ഷിരാഹോഷിയാണെന്ന്. അത് ഉറപ്പിക്കാനായിട്ടുള്ള കുറച്ച് ഫാക്ട്സ് പറയാം. മോസയുടെ സ്ഥലത്ത് ഇപ്പോൾ എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഈ ലോക്കിയുമായിട്ടുള്ള കോൺവെർസേഷനിൽ നിന്ന് വ്യക്തമാണ്. അതൊരു പക്ഷേ ബ്ലാക്ക് ബിയർഡ് പൈറേറ്റ്സ് ഫിഷ്മാൻ ഐലൻഡ് അറ്റാക്ക് ചെയ്യുന്നതായിക്കൂടെ. കാരിബു വഴി ഏൻഷ്യന്റ് വെപ്പൺസിനെ പറ്റിയിട്ടുള്ള ആ സീക്രട്ട് ബ്ലാക്ക് ബിയർഡ് അറിഞ്ഞിട്ടുണ്ട്. സോ ഷിരാഹോഷിയെ തട്ടിക്കൊണ്ടു പോകാൻ അവരെന്തായാലും ഒരു ശ്രമം നടത്തും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ കോളിൽ ലോക്കി ഭയങ്കര വയലന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ മോസ പറയുന്നുണ്ട് ദയവായിട്ടൊന്ന് ഷൗട്ട് ചെയ്യാതിരിക്കാമോ എന്ന്. പണ്ട് ലൂഫി ഷൗട്ട് ചെയ്തപ്പോഴും ഷിരാഹോഷി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ പേടിയും കരച്ചിലും ഒക്കെ വരുന്ന ടൈപ്പ് ഒരു തൊട്ടാവാടി ക്യാരക്ടറാണല്ലോ ഈ ഷിരാഹോഷി. സോ ഈ മോസ എന്തായാലും ഷിരാഹോഷി ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വേറൊരു ഇൻഫർമേഷനും കൂടെ പറയാം. അതായത് ഇതിനകത്ത് 3 ലെവൽ ഓഫ് കോൺട്രാക്ട്സിനെ പറ്റി 5 എൽഡേഴ്സ് പറയുന്നുണ്ടല്ലോ. അതായത് സർഫസ് സീ കോൺട്രാക്ട്, ഡീപ്പ് സീ കോൺട്രാക്ട്, സീ ഫ്ലോർ കോൺട്രാക്ട്. ഇതെല്ലാം കടലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇമുവിന്റെ ഡെവിൾ ഫ്രൂട്ട് സീ ഡെവിളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇമു തന്നെയാണ് സീ ഡെവിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറീസ് സത്യമാകാൻ കുറച്ച് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ചാപ്റ്ററിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്ക് താഴെ റിലേറ്റഡ് വീഡിയോ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു.